നൗഷാദ് റെസിപ്പീസ് പെരിന്തൽമണ്ണയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ കോഴിമുട്ടയും ക്യാബേജൊക്കെ വെച്ചിട്ട് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരേപോലെ കഴിക്കാൻ പറ്റിയ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് എങ്ങനെ വീട്ടിൽ എളുപ്പത്തിൽ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ അതിനായി ഒരു 250 ഗ്രാം ക്യാബേജ് എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ വേസ്റ്റായ തൊലികൾ നമുക്ക് ഒഴിവാക്കാം. ഇനി ചെറുതായിട്ട് ഇത് അരിഞ്ഞെടുക്കാം. ഇതിൻ്റെ ഈ തണ്ട് നമുക്ക് ഒഴിവാക്കാം. ഇനി ഇത് നമുക്ക് നൈസായിട്ട് മുറിച്ചെടുക്കാം. വളരെ നൈസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഇത് ഉപയോഗിക്കാം. ഇതേപോലെ നൈസിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. 2 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇങ്ങനെ ചീവെടുക്കാം ചെറുതായിട്ട്. ക്യാരറ്റ് മൊത്തം ചീവെടുത്തു. ഇനി ഇത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഒരു ചെറിയ സവാള എടുത്തിട്ടുണ്ട്. അത് നമുക്ക് നൈസായിട്ട് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഉള്ളി കട്ട് ചെയ്തെടുത്തു. ഒരു 3-4 തണ്ട് സ്പ്രിംഗ് ഓണിയൻ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് കട്ട് ചെയ്യാം. നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റാം. ഒരു ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കട്ട് ചെയ്തെടുത്തു. കുറച്ച് മല്ലിച്ചപ്പ് എടുത്തിട്ടുണ്ട്. അത് ചെറുതാക്കി കട്ട് ചെയ്തെടുക്കാം. ഒരു ബോർഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 3 മുട്ട പൊട്ടിച്ചെടുക്കാം. ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് കുറച്ച് ലൂസിന് കിട്ടണം. അതിലേക്ക് കുറച്ച് വെള്ളം പാർന്നു കൊടുക്കാം. പച്ചവെള്ളം പാർന്നു കൊടുക്കാം. ചൂടുവെള്ളം പാരരുത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ കട്ടൊക്കെ ഉടഞ്ഞതിന് ശേഷം നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഈ ഒരു രൂപത്തിൽ കിട്ടണം. കണ്ടോ, കുറച്ച് ലൂസായിട്ട് നമുക്ക് കിട്ടണമല്ലോ. ഇപ്പോൾ സ്റ്റവ് കത്തിച്ചിട്ട് നമ്മളൊരു പാന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയാണ് കേട്ടോ. അപ്പോൾ എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഇത് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഉള്ളി ചെറുതായിട്ട് വെന്ത് വന്നാൽ മതി. അപ്പോൾ ഉള്ളി ഏകദേശം ആയിട്ടുണ്ട്. ഇതിലേക്ക് അരിഞ്ഞു വെച്ച ക്യാബേജ് ഇട്ട് കൊടുക്കാം. ക്യാബേജ് ചെറുതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല വേവണം എന്നില്ല, ഒരു പകുതി വെന്താൽ മതി കേട്ടോ. 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം.
കോഴിമുട്ട പൊട്ടിച്ചിട്ടതിൽ നമ്മൾ ഉപ്പിട്ടതാണ്. അപ്പോൾ ഇതിനനുസരിച്ച് പാകത്തിന് ഉപ്പിട്ട് കൊടുത്താൽ മതി. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ. അപ്പോൾ ഇത് ആയിട്ടുണ്ട്. ഇനി ഇത് ഇറക്കി വെക്കാം. ഒന്ന് ചൂടാറുന്ന വരെ മാറ്റി വെക്കാം. ഇപ്പോൾ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇനി ഒരു ചെറിയ തക്കാളി അരിഞ്ഞത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. സ്പ്രിംഗ് ഓണിയൻ അരിഞ്ഞിട്ട് കൊടുക്കാം. ക്യാപ്സിക്കം മല്ലിച്ചപ്പ് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം മാവും മൈദപ്പൊടി കോൺഫ്ലവർ മിക്സ് ചെയ്തത് ഇതിലേക്ക് പാർന്നു കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പൊന്ന് ഇടയ്ക്ക് ചെക്ക് ചെയ്യണം. കുറവുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. സ്റ്റവ് കത്തിച്ചതിന് ശേഷം പാന് വെച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഒന്ന് പരത്തി കൊടുക്കാം. ഇതേപോലെ തീ ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം വേണം അങ്ങനെ നമ്മളിത് ഒഴിച്ചു കൊടുക്കാൻ. ഫുള്ളായി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ക്ലിയർ ആയി കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ തീ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം. ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. തുറന്നു നോക്കാം. പിന്നെ ഇത് മറിച്ചിട്ട് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് കൂടി വേവിച്ചെടുക്കാം. ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം നമുക്ക്. അപ്പോൾ ഇത് മറിച്ചിട്ട് കൊടുത്തു. ഇനി ഒരു 5 മിനിറ്റ് കൂടി ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. ഇട്ടതിന് ശേഷം 5 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഉഷാറായി വെന്ത് വന്നു കേട്ടോ. ഇനി അത് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നല്ല ഉഷാറായി ഉള്ളൊക്കെ നല്ലവണ്ണം വെന്ത് വന്നു കണ്ടോ. അപ്പോൾ ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിയായ ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. നല്ല രുചിയാവും. ഉള്ളൊക്കെ നല്ലപോലെ വെന്ത് വന്നു കേട്ടോ. അടിപൊളിയായിട്ടോ. ഒന്ന് കുട്ടികൾക്കൊക്കെ ഒന്ന് ഇതേപോലെ ഉണ്ടാക്കി കൊടുത്തു നോക്കൂ. മുതിർന്നവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യും എന്നുള്ള വിശ്വാസത്തിൽ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തണം. പിന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.